നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തെ അമ്പരപ്പിച്ച് UAE പൊളിച്ചെടുക്കുകയാണ്. ദുബായ് എക്സ്പോ 2020 അവസാനിക്കാൻ ഇനി 5 ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. കൊറോണ നൽകിയ പ്രതിസന്ധികൾക്കിടയിലും 2021 ഒക്ടോബർ 1 മുതലാണ് എക്സ്പോ 2020 ദുബായ് ആരംഭിച്ചത്. ഇനി അവസാനിക്കാൻ നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതെ, 2022 മാർച്ച് 31 എക്സ്പോ അവസാനിക്കുക. ഈ മാസം മേള അവസാനിക്കുന്നത് പരിഗണിച്ച് പവലിയനുകളുടെ സന്ദർശന സമയം ദിവസവും രാത്രി 11 മണി വരെ നീട്ടിയിരിക്കുകയാണ് അധികൃതർ. ഇതോടെ എക്സ്പോയിൽ സന്ദർശകർക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയും. 6 മാസം നീണ്ടു നിൽക്കുന്ന എക്സ്പോയിൽ ഇതിനോടകം തന്നെ 2 കോടിയിലധികം സന്ദർശകരാണ് എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസം 4 മണിക്കൂറിലധികം ക്യൂവിൽ നിന്നാണ് സന്ദർശകർക്ക് പല പരിപാടികളും ആസ്വദിക്കാൻ ആയത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2020 നടക്കേണ്ടിയിരുന്ന എക്സ്പോയാണ് ഈ വർഷം നടന്നത്. അറബ് ലോകത്തിന്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന പരിപാടികളും നൂതന സാങ്കേതിക വിദ്യകളും ഇതിനോടകം തന്നെ എക്സ്പോയിൽ അവതരിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നർത്തകരും അഭിനേതാക്കളും സംഗീതജ്ഞരും ഉൾപ്പെടെ നിരവധി സംഗീത പരിപാടികളും അരങ്ങേറുകയുണ്ടായി. തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള സെമിനാറുകൾ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു വരികയാണ്. പാരമ്പര്യേതര ഊർജം, ബഹിരാകാശ പദ്ധതികൾ, റോബോട്ടിക്സ്, സാങ്കേതിക വിദ്യകൾ, കാർഷിക സംരംഭങ്ങൾ, കലാസാഹിത്യം എന്നിങ്ങനെ ഓരോ മേഖലയെക്കുറിച്ചും അറിയാൻ എക്സ്പോ അവസരമൊരുക്കുന്നു. വിവിധ പരിപാടികളിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴിയും പങ്കെടുക്കാൻ അവസരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം എക്സ്പോയ്ക്ക് ശേഷം സ്മാർട്ട് നഗരമായി മാറുന്ന ഡിസ്ട്രിക്ട് 2020 മേഖലയിൽ ഇന്ത്യ അടക്കം 27 രാജ്യങ്ങളിൽ നിന്നുള്ള 85 സ്റ്റാർട്ടപ്പുകളും ചെറുകിട സംരംഭങ്ങളും ഈ വർഷം അവസാന പാദത്തോടെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. അടുത്ത വർഷം ഏപ്രിലിൽ 2ാമത്തെ ബാച്ച് എത്തും. സ്കെയിൽ 2 ദുബായ് പദ്ധതിയുടെ ഭാഗമായി 628 അപേക്ഷകരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് വിദഗ്ധ സമിതിയാണ് സംരംഭകരെ തെരഞ്ഞെടുത്തത്. ഓരോ വർഷവും നിശ്ചിത സംരംഭകരെ തെരഞ്ഞെടുക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. 129 രാജ്യങ്ങളിൽ നിന്ന് 3200 അപേക്ഷകളാണ് ലഭിച്ചത്. സംരംഭകർക്ക് 2 വർഷം വാടക ഒഴിവാക്കുന്നതിനൊപ്പം വിസ നടപടികളിൽ ഇളവും വിവിധ സേവനങ്ങൾ സബ്സിഡിയും ലഭിക്കുന്നതായിരിക്കും. വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങൾ, രാജ്യാന്തര വിപണിയിൽ ഇടനിലക്കാരില്ലാതെ കടന്നു ചെല്ലാനുള്ള സാഹചര്യം എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വേറെയുമുണ്ട്. ഹരിത ഊർജം, സ്മാർട്ട് സിറ്റി, സ്മാർട്ട് മൊബിലിറ്റി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലാബുകൾ എന്നിവയും ഉണ്ടാകും. റോബോട്ടിക്സ്, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സൈബർ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് വൻ സ്വീകാര്യതയാണ് എക്സ്പോയിൽ ലഭിച്ചത്. വിമാനത്താവളം, തുറമുഖം, ചരക്ക് സംഭരണം എന്നിവയുടെ സ്മാർട്ട് കേന്ദ്രമായും 4.38 ചതുരശ്ര കിലോമീറ്റർ മേഖല മാറുന്നതായിരിക്കും. ഇന്ത്യയുടെ ഉൾപ്പെടെ ചില പവലിയനുകൾ, പ്രധാനപ്പെട്ട കെട്ടിട സമുച്ചയങ്ങളായ അൽവാസൽ പ്ലാസ, കുട്ടികളുടെ സയൻസ് സെന്റർ, ദുബായ് എക്സിബിഷൻ സെന്റർ എന്നിവ എക്സ്പോയ്ക്ക് ശേഷവും നിലനിർത്തും. സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ, സമ്മേളനങ്ങൾ, പ്രദർശനമേളകൾ എന്നിവയുടെ വേദിയായും എക്സ്പോ 2020 മാറുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.